ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ സേലം ട്രിപ്പ് പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എണീക്കാൻ നേരം വൈകിയോണ്ട് തന്നെ കല്യാണത്തിന് ദിവസം ഞങ്ങൾ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീടെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് വന്നിരുന്നിട്ട് ഡ്രസ്സ് മാറ്റിയാണ് ചെയ്തത്. ഒക്കെ കഴിയണമെങ്കിൽ കുറച്ച് ടൈം വേണം. അതാണ് ഞങ്ങൾ നേരത്തെ വന്നിട്ട് ഡ്രസ്സ് എന്താ പറയുക, കല്യാണത്തിന് മാറ്റിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുട്ടിക്കല്ലേ രണ്ടാമത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ കാറിൽ ഡിക്കിൽ വെക്കാൻ പോവുകയാണ്. മണ്ഡപത്തിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ റൂം എടുത്തത്. അതുകൊണ്ട് തന്നെ എടുത്താണ് നമുക്ക് പോവാൻ. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ചോറ് തിന്നാനാണ് കേട്ടോ. തിരക്കൊന്നും ഇല്ലാത്ത ടൈമിൽ ഞങ്ങൾ വേഗം കയറിയിരുന്നതാണ്. കാരണം ഇനി ചോറ് തിന്നാൻ വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ കയറിയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ പറയുക, അപ്പം ഞങ്ങൾ ചോറ് തിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും പിന്നെ മുറുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. മുറുക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങി പോണത്. അപ്പം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. പിന്നെ ഇതാ ചെക്കനും പൊണ്ണും സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ചെയ്തത്. അപ്പോൾ പെണ്ണിനെ കുറേ കളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചെക്കൻ്റെ ആൾക്കാർ. പക്ഷെ പെണ്ണ് പോയിട്ടില്ല. ചെക്കൻ്റെ ഒരു അടിപൊളി ഡാൻസ് കേട്ടപ്പോൾ ഇവിടെ കഴിഞ്ഞത്. പക്ഷെ പെണ്ണിനെ വിളിച്ചപ്പോൾ പെണ്ണ് പോയിട്ടില്ല. എന്നോടും വെച്ച് പിന്നെ കുറേ കളിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ തമിഴ്നാട്ടിൽ വന്നിട്ട് കളിക്കാൻ ഒരു നാളുണ്ട്, അതുകൊണ്ട് ഞാൻ പോയില്ല കേട്ടോ. അതാണ് ഈ ഇരിക്കണത് കാണാൻ. പിന്നെ നുമ്മ അപ്പം തന്നെ സൈഡായിട്ടുണ്ട്. ചോറിനിട്ട് വന്ന ശേഷം ഓന് സൈഡായി. ഓനക്ക് തന്നെയാണ് കേട്ടോ പണി. എന്താ പറയുക, കല്യാണക്കുടിയിൽ വന്ന് അപ്പം കിടന്നുറങ്ങും. പിന്നെ ഫ്രണ്ട്സ് കല്യാണത്തിൻ്റെ അന്നത്തുള്ള ആചാരമാണിത്. ഇതിന് എന്താ പറയുക, ഇതിൽ പെണ്ണിന് ചെക്കനെ തീരെ കാണാനില്ല കേട്ടോ. പിന്നെ ഇത് സ്പീഡ് കൂടിയാൽ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇങ്ങനെയാണ് ചെക്കൻ പെണ്ണിനെടുത്തുണ്ടാവുക. ഫ്രണ്ട്സ്, അപ്പം ഞാൻ മെയിനായിട്ട് കല്യാണത്തിന് പോവാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ മോങ്ങാൻ കണ്ടിട്ട് ഞാനും കൂടി മോങ്ങുള്ളൂ. അതാണ് പ്രശ്നം. പിന്നെ ഞങ്ങൾ റൂമിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ ചിപ്പാത്ത പറഞ്ഞ് ഇതൊരു ഫ്രൂട്ടാണ്, ഒരു ബെറിയാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരു എന്താ പറയുക കായ ഉണ്ടാക്കി പൊട്ടിച്ച് തിന്നായിരുന്നു കേട്ടോ. ചിപ്പാത്താക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്